ഇന്നലെ രാജസ്ഥാൻ കളി തോറ്റെങ്കിലും മത്സരത്തിലെ വിജയശില്പി സഞ്ജു തന്നെയാണ്. ടീമിനെ ഒറ്റയ്ക്ക് നിന്ന് നയിച്ചു. 86 റൺസാണ് സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. സഞ്ജുവിൻ്റെ ബാറ്റിംഗ് രീതി അവിശ്വസനീയമായിരുന്നു. ഒരുപാട് സിക്സറുകളും ഫോറുകളും സഞ്ജു പായിച്ചു. ഇപ്പോഴത്തെ ഇന്നലത്തെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കണ്ട് യുവരാജ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജു ഇന്നലെ സെഞ്ചുറി അടിക്കേണ്ടതായിരുന്നു. എന്നാൽ സഞ്ജുവിനെ ചതിച്ച് ഔട്ടാക്കി. അമ്പയറുടെ തെറ്റായ തീരുമാനമാണ് സഞ്ജുവിനെ പുറത്താക്കിയതും രാജസ്ഥാൻ ടീമിനെ കളി തോൽപ്പിച്ചതും. ഇപ്പോഴത്തെ നിലത്തെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കണ്ട് യുവരാജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജുവിനെ പോലെ ഒരു താരം വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിച്ചത് നല്ലതാണ്. സഞ്ജുവിനെ പോലത്തെ ഒരു കീപ്പറെ ഇന്ത്യൻ ടീമിന് ഇനി ലഭിക്കില്ല. അവൻ്റെ ഓരോ ഷോട്ടും മികച്ചതായിരുന്നു. ഞാനും ഇപ്പോൾ സഞ്ജുവിൻ്റെ ഫാനായിരിക്കുകയാണ്. T20 വേൾഡ് കപ്പിൽ ഒരു താരം 6 ഒരു ഓവറിൽ അടിക്കുന്നുണ്ടെങ്കിൽ അത് സഞ്ജു ആയിരിക്കും. സഞ്ജുവിന് അതിനുള്ള പ്രതിഭയുണ്ട്. ഇന്നലത്തെ മാച്ച് തന്നെ അതിന് ധാരാളമാണ്. സഞ്ജു ഒറ്റയ്ക്ക് മതി, ഏത് ടീമിനെയും ജയിപ്പിക്കാൻ സാധിക്കും. സഞ്ജുവിൻ്റെ ഓരോ ഷോട്ടും വ്യത്യസ്തമാണ്. എനിക്ക് എൻ്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വന്നത്. ഞാനും ഇതുപോലെയാണ് കളിച്ചിരുന്നത്. ഇന്നലത്തെ സഞ്ജുവിൻ്റേത് ഔട്ടല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും സഞ്ജുവിനെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് യുവരാജ് വ്യക്തമാക്കി. ഒരുവിധം എല്ലാവരും സഞ്ജുവിനെ പുകഴ്ത്തി പാടുകയാണ്. രാജസ്ഥാൻ ടീം ഇങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം സഞ്ജുവാണ്. സഞ്ജു ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. സഞ്ജുവിൻ്റെ ബാറ്റിംഗ് അവിശ്വസനീയമാണ്. സഞ്ജുവിനെ വേൾഡ് കപ്പിൽ എടുത്തില്ലെങ്കിൽ അത് BCCIക്ക് നഷ്ടമായേനെ. സഞ്ജു മാത്രമാണ് ഇപ്പോൾ അടിച്ചു കളിക്കുന്നത്. രാജസ്ഥാൻ നിരയിൽ ആരില്ലെങ്കിലും സഞ്ജു മാത്രം മതി ടീമിനെ ജയിപ്പിക്കാൻ. ഇന്നലെ സഞ്ജുവിൻ്റെ മികച്ചൊരു ഫിനിഷിങ് നമുക്ക് കാണാൻ സാധിച്ചേനെ. എന്നാൽ അമ്പയർ സഞ്ജുവിനെ ചതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.